നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും തന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് തുറന്നു പറഞ്ഞ നരേന്ദ്രമോദി CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയും മകൾ വീണ വിജയനും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു തരത്തിലും താൻ വിട്ടുവീഴ്ച ചെയ്യുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്ന് മോദി വ്യക്തമാക്കിയത്. അഴിമതി നടത്തിയ തന്റെ മകൾ ഇതോടുകൂടി അകത്തു പോവും എന്ന് ഉറപ്പായതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നെഞ്ച് കലങ്ങിയിരിക്കുകയാണ്. ആറ്റിങ്ങൽ, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികൾക്കായി കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നടന്ന പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മോദി. ഇടതും വലതും മാറി മാറി ഭരിച്ചു മുടിപ്പിച്ച കേരളത്തിന്റെ അവസ്ഥ പ്രധാനമന്ത്രി എണ്ണി പറഞ്ഞു. കേരളം നിലവിൽ ഭരിക്കുന്ന ഇടതുപക്ഷത്തെ കടന്നാക്രമിച്ച മോദി കെടുകാര്യസ്ഥതയും അഴിമതിയും പാവപ്പെട്ടവരോടുള്ള ദ്രോഹവും വാഗ്ദാന ലംഘനവുമാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര എന്ന് ആവർത്തിച്ചു. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണം നടന്നു വരികയാണെന്നും കേന്ദ്ര സർക്കാർ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ മാസപ്പടി പുറം ലോകം അറിയില്ലായിരുന്നുവെന്നും ഇത്തരം തട്ടിപ്പ് നടത്തി മുന്നോട്ട് പോകാം എന്ന് ആരും വിചാരിക്കേണ്ട എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. CPM സഹകരണ ബാങ്കുകളിൽ നടത്തിയ തട്ടിപ്പ് മൂലം ആയിരക്കണക്കിന് കുടുംബങ്ങൾ വഴിയാധാരമായി. സഹകരണ ബാങ്ക് മേഖലയിൽ കൊള്ള നടത്തിയ ഒരാളെ പോലും കേന്ദ്ര സർക്കാർ വെറുതെ വിടില്ല. അഴിമതി നടത്തിയവരെ തീർച്ചയായും തുറുങ്കിലടയ്ക്കും. നിക്ഷേപകർക്ക് പണം തിരികെ നൽകുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്നാൽ മുഖ്യമന്ത്രി പറയുന്നത് കള്ളമാണ്. പക്ഷേ നിക്ഷേപകരുടെ പണം തിരികെ നൽകുമെന്ന് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ്. അത് നടന്നിരിക്കും, മോദി വ്യക്തമാക്കി. കരുവന്നൂർ തട്ടിപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും പണം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞുവെങ്കിലും കഴിഞ്ഞ 7 മാസമായി ആർക്കും പണം കിട്ടിയില്ലെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇതിനെ തുടർന്ന് പ്രതികളുടെ സ്വത്ത് വിറ്റിട്ടായാലും പണം തിരിച്ചു കൊടുക്കും എന്ന നിലപാട് എടുത്തിരിക്കുകയാണ് ED. അതേസമയം UDF-ഉം LDF-ഉം കേരളത്തിലെ അഴിമതി നടത്താനുള്ള താവളമാക്കി മാറ്റിയെന്ന് പ്രധാനമന്ത്രി തുറന്നടിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ സംവിധാനങ്ങളെയും അവർ ദുരുപയോഗപ്പെടുത്തിയെന്ന് വ്യക്തമാക്കി പ്രധാനമന്ത്രി. CPM ഭരിക്കുന്ന ബാങ്കുകളിലെല്ലാം തുറന്ന കൊള്ളയാണ് നടക്കുന്നതെന്നും സാധാരണക്കാരുടെയും ദരിദ്രരുടെയും സ്ത്രീകളുടെയും പണം മോഷ്ടിക്കുകയാണ് ഇവർ ചെയ്യുന്നതെന്നും പറഞ്ഞു. സംസ്ഥാന ഖജനാവ് കാലിയായിരിക്കുന്നു. ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും നൽകാൻ പോലും പണമില്ല. കേരളത്തിന്റെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ നൽകുന്ന പണം പോലും കടം വീട്ടാൻ മാത്രം ചിലവഴിക്കുകയാണ് കേരള സർക്കാർ ചെയ്യുന്നതെന്ന് മോദി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷം താൻ രാജ്യത്തെ സത്യസന്ധമായി നയിച്ചു. അഴിമതി അവസാനിപ്പിക്കാൻ നിരവധി നടപടികൾ സ്വീകരിച്ചു. അതുകൊണ്ടാണ് അഴിമതി പാർട്ടികൾ നരേന്ദ്രമോദിയെ ചെറുക്കാനായി സഖ്യമുണ്ടാക്കി മത്സരിക്കുന്നത്. അഴിമതിക്കാരെ ഭയക്കുന്ന ആളല്ല നരേന്ദ്രമോദി. അഴിമതിക്കാരോട് വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.